നമസ്കാരം. തിരുവനന്തപുരം കോർപ്പറേഷനിലെ LDFിന്റെ കനത്ത തോൽവിക്ക് പിന്നാലെ മേയർ ആര്യ രാജേന്ദ്രനെതിരെ ആദ്യപടി പൊട്ടിച്ച് മുൻ CPM കൗൺസിലർ ഗായത്രി ബാബു. ഫേസ്ബുക്കിലൂടെയാണ് വിമർശനം. ജനകീയത ഇല്ലാതാക്കിയത് തിരിച്ചടിയായെന്നും കരിയർ ബിൽഡിങ്ങിനുള്ള കോക്കസാക്കി സ്വന്തം ഓഫീസിനെ മേയർ മാറ്റിയെന്നും പാർട്ടിയേക്കാൾ വലുതെന്ന ഭാവവും അധികാരത്തിൽ താഴെയുള്ളവരോടുള്ള പുച്ഛവും വിനയായെന്നുമാണ് ഗായത്രി ബാബുവിന്റെ വിമർശനം. കഴിഞ്ഞ 5 വർഷം കൊണ്ട് ആര്യ രാജേന്ദ്രൻ LDFിന്റെ ജനകീയത ഇല്ലാതാക്കിയെന്ന് ഗായത്രി ബാബു ഫേസ്ബുക്ക് പോസ്റ്റിൽ ആരോപിച്ചു. വിവാദമായതോടെ ഫേസ്ബുക്ക് പോസ്റ്റ് പിന്നീട് പിൻവലിച്ചു. അടിസ്ഥാനപരമായ കാര്യങ്ങൾ അവഗണിച്ചു, ഇവയെല്ലാം ഒഴിവാക്കിയിരുന്നെങ്കിൽ ഇത്ര കനത്തിൽ ആകുമായിരുന്നില്ല തിരിച്ചടിയെന്നും പോസ്റ്റിൽ പറയുന്നു. ആര്യ രാജേന്ദ്രൻ അധികാരപരമായി താഴ്ന്നവരോടുള്ള പുച്ഛവും കരിയർ ബിൽഡിങ്ങിനുള്ള കോക്കസാക്കി സ്വന്തം ഓഫീസിനെ മാറ്റിയെന്നും ഗായത്രി പറയുന്നു. പ്രാദേശിക നേതാക്കളുടെയും സഖാക്കളുടെയും ആവശ്യങ്ങൾ കേൾക്കാനുള്ള പരിഗണനയെങ്കിലും കാണിച്ചിരുന്നെങ്കിൽ തിരിച്ചടി ഇത്ര കനത്തിലാകുമായിരുന്നില്ല എന്നും ഗായത്രി പറയുന്നു. LDFിന്റെ കനത്ത തിരിച്ചടിക്ക് പിന്നാലെയാണ് മേയറുടെ പേരോ സ്ഥാനമോ എടുത്തു പറയാതെയുള്ള വിമർശനം. മേയർ ആര്യ രാജേന്ദ്രന്റെ ഭരണസമിതിയിൽ വഞ്ചൂർ വാർഡിൽ നിന്നുള്ള കൗൺസിലറായിരുന്നു ഗായത്രി ബാബു. ഗായത്രി ബാബുവിന്റെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: ഏത് തിരിച്ചടിയായാലും ഇടതുപക്ഷത്തെ ചേർത്ത് പിടിച്ച കോർപ്പറേഷനാണ് തിരുവനന്തപുരം ജില്ലയിൽ കോർപ്പറേഷൻ ഒഴികെ ബാക്കി എല്ലാ നഗരസഭകളിലും LDFിന് ലീഡുണ്ട്. ജില്ലാ പഞ്ചായത്ത് നിലനിർത്താനും ബ്ലോക്ക് പഞ്ചായത്തുകളിലും ഗ്രാമപഞ്ചായത്തുകളിലും മറ്റ് 2 മുന്നണിയേക്കാൾ അധികം ഭരണസമിതി LDFിനുണ്ട്. അതായത് പാർട്ടിയുടെ ജില്ലയിലെ പ്രവർത്തനം സംഘടനാപരമായി മികച്ചതാണ് എന്നർത്ഥം. അതേസമയം കോർപ്പറേഷനിലാകട്ടെ LDF വിജയിച്ച വാർഡുകളിൽ ഏകദേശം എല്ലാം വ്യക്തിബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. കോർപ്പറേഷൻ ജനങ്ങളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സംവിധാനമാണ്. ജനങ്ങളോട് ഇഴുകിച്ചേർന്ന് വേണം പ്രവർത്തിക്കാൻ. ഏത് മുക്കിലും സധൈര്യം ഇറങ്ങിച്ചെല്ലാൻ മുൻപുള്ള മേയർമാർക്കും അവരുണ്ടാക്കിയ ടീമിന് കഴിഞ്ഞിരുന്നത് ഈ ജൈവനാഡി ബന്ധത്തിനാലാണ്. ആ ജനകീയതയാണ് നഗരത്തിലെ പാർലമെന്ററി പ്രവർത്തനത്തിൽ LDFിനെ മുന്നോട്ട് നയിച്ചിരുന്നത്. ഈ കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഈ ജനകീയതയാണ് ഇല്ലാതാക്കിയത്. പാർട്ടിയേക്കാൾ വലുതാണെന്ന ഭാവവും അധികാരപരമായി തന്നേക്കാൾ താഴ്ന്നവരോടുള്ള പുച്ഛവും അധികാരപരമായി മുകളിലുള്ളവരെ കാണുമ്പോൾ മാത്രമുള്ള അതിവിനയവും ഉൾപ്പെടെ കരിയർ ബിൽഡിങ്ങിനുള്ള കോക്കസാക്കി സ്വന്തം ഓഫീസ് മാറ്റിയെടുത്ത സമയം തന്നെ കാണാൻ പുറത്തു വന്നിരിക്കുന്ന 4 ആളെ കാണാൻ കൂട്ടാക്കിയിരുന്നെങ്കിൽ, പ്രാദേശിക നേതാക്കളുടെയും സഖാക്കളുടെയും ആവശ്യങ്ങൾ കേൾക്കാനുള്ള പരിഗണനയെങ്കിലും കാണിച്ചിരുന്നെങ്കിൽ, കൗൺസിലിനുള്ളിൽ തന്നെ ഈ ഒരു നല്ല ടീം ഉണ്ടാക്കിയെടുത്തിരുന്നെങ്കിൽ കുറഞ്ഞപക്ഷം ഇത്ര കാലത്തിലാകുമായിരുന്നില്ല തിരിച്ചടി എന്നുമാണ് കുറിപ്പിൽ പറയുന്നത്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് തലസ്ഥാന കോർപ്പറേഷൻ ഇന്ത്യയുടെ കൈകളിലേക്ക് എത്തുന്നത്. ഏറെക്കുറെ 6 നൂറ്റാണ്ടോളം തുടർച്ചയായി കോർപ്പറേഷൻ ഭരണം കൈയാളിയിരുന്ന LDFിന് തിരഞ്ഞെടുപ്പ് ഫലം കനത്ത തിരിച്ചടിയായി. നഗരസഭ കൈപ്പിടിയിൽ ഒതുക്കാൻ വാർഡുകൾ വെട്ടിമുറിച്ചും കൂട്ടിച്ചേർത്തും വളഞ്ഞ വഴികൾ പലതും സംസ്ഥാന ഭരണത്തിന്റെ പിന്തുണയോടെ ചെയ്തു കൂട്ടിയെങ്കിലും ജനവിധിയെ സ്വാധീനിക്കാൻ അതിനൊന്നും കഴിഞ്ഞില്ല. മാറാത്തത് മാറുമെന്ന ഇന്ത്യയുടെ മുദ്രാവാക്യം അക്ഷരാർത്ഥത്തിൽ ശരിയാവുകയായിരുന്നു. നിലവിലെ കോർപ്പറേഷൻ ഭരണത്തോടുള്ള ജനങ്ങളുടെ എതിർപ്പാണ് ഇടതുമുന്നണിയുടെ ദയനീയ പരാജയത്തിന് കാരണം. പ്രായം കുറഞ്ഞ മേയർ എന്ന ലേബലിൽ LDF അവതരിപ്പിച്ച ആര്യ രാജേന്ദ്രൻ അമ്പേ പരാജയമായിരുന്നുവെന്ന വിമർശനം തുടക്കം മുതലേ ഉയർന്നിരുന്നു. നിരവധി ആക്ഷേപങ്ങളും പരാതികളും ഉയർന്നെങ്കിലും മേയറെ മാറ്റാൻ CPM തയ്യാറായിരുന്നില്ല. പാർട്ടിയിലെ ഉന്നതരോടുള്ള അടുപ്പമാണ് ഇതിന് കാരണമെന്ന് CPMലെ തന്നെ പലരും അന്ന് ചൂണ്ടിക്കാട്ടി. ഏറ്റവും ഒടുവിൽ KSRTC ഡ്രൈവറെ തടഞ്ഞ കേസിൽ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് മേയറെയും ഭർത്താവ് സച്ചിൻ ദേവ് MLAയും ഒഴിവാക്കി കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു. 5 വർഷം മേയർ കസാരയിൽ ഇരുന്നെങ്കിലും ഇത്തവണ ആര്യ രാജേന്ദ്രൻ ഒരിടത്ത് പോലും പ്രചാരണത്തിന് ഇറങ്ങിയില്ല. ജനങ്ങളുടെ എതിർപ്പ് ഒഴിവാക്കാൻ പാർട്ടി തന്നെ അവരെ മാറ്റി നിർത്തിയതാണെന്നായിരുന്നു അണിയറ സംസാരം. എന്നാൽ ഇതിനേക്കാൾ വലിയൊരു സ്ഥാനം ആര്യയ്ക്ക് ലഭിച്ചേക്കുമെന്ന സൂചനയും മന്ത്രിമാർ ഉൾപ്പെടെ നൽകി. സംസ്ഥാന കോർപ്പറേഷൻ ഭരണത്തോടുള്ള ജനങ്ങളുടെ മടുപ്പും വോട്ടായി മാറിയായിരുന്നു എന്നാണ് ഇടത് അനുകൂലികൾ തന്നെ സമ്മതിക്കുന്നത്. എടുത്തു കാണിക്കാൻ നേട്ടങ്ങളൊന്നുമില്ലാതെ സംസ്ഥാന സർക്കാരിന്റെ നേട്ടങ്ങൾ ഉയർത്തി കാണിച്ചാണ് കോർപ്പറേഷനിൽ LDF പ്രചാരണത്തിന് ഇറങ്ങിയത്. മറിച്ച് NDAയും UDFും കോർപ്പറേഷൻ ഭരണത്തിലെ അഴിമതികളും സ്വജനപക്ഷപാതവും ഉയർത്തിക്കാട്ടിയായിരുന്നു പ്രചാരണം നയിച്ചത്. ആറ്റുകാൽ പൊങ്കാലയിൽ പോലും അഴിമതി നടത്തിയെന്ന പ്രചാരണം ശരിക്കും ജനങ്ങൾ ഉൾക്കൊണ്ടു എന്ന് വേണം കരുതാൻ. അത് വോട്ടായി പെട്ടിയിൽ വീഴുകയും ചെയ്തു. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് LDFിന് മുകളിൽ ഇടുത്തിയെ പതിച്ച ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയും NDA വിജയത്തിന് കാരണഭൂതമായി. മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ സ്വർണ്ണക്കൊള്ളയിലെ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ബന്ധവും ശക്തമായ പ്രചാരണ ആയുധമാക്കാൻ NDAയ്ക്കായി. കടകംപള്ളിയുടെ മണ്ഡലമായ കഴക്കൂട്ടത്തെ ഏറെക്കുറെ മുഴുവൻ വാർഡുകളും NDA കൈക്കലാക്കി. തലസ്ഥാന കോർപ്പറേഷൻ പിടിക്കേണ്ടത് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ അത്യാവശ്യമായിരുന്നു. അനുഭവ പരിജ്ഞാനമില്ലാതെ കെട്ടിയിറക്കപ്പെട്ടവനെന്ന ദുഷ്പേര് മാറ്റാൻ വിജയത്തിൽ കുറഞ്ഞതൊന്നും മതിയായിരുന്നില്ല. RSSന്റെ ചിട്ടയായ പ്രവർത്തനങ്ങളിലൂടെ അത് എളുപ്പത്തിൽ നേടാനും അദ്ദേഹത്തിനായി. പാർട്ടിയുടെ അധീനതയിലുള്ള സഹകരണ ബാങ്കിന്റെ രക്ഷാധികാരിയും കോർപ്പറേഷൻ കൗൺസിലറായിരുന്ന തിരുമല അനിലിന്റെ ആത്മഹത്യയും NDA ചെറുതൊന്നുമല്ല വിഷമിപ്പിച്ചത്. സീറ്റ് കിട്ടാതെ വന്നതിന്റെ വിഷമത്തിൽ യുവനേതാവ് ജീവൻ ഒടുക്കിയതും തിരിച്ചടിയാകുമെന്ന് ഭയന്നു. എന്നാൽ ആ പ്രശ്നങ്ങളെല്ലാം സുന്ദരമായി നേരിടാൻ രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിനായി. ഇതിനൊപ്പം BJP പ്രകടന പത്രികയിൽ ഉയർത്തിക്കാട്ടിയ കാര്യങ്ങളും വോട്ടർമാരെ സ്വാധീനിച്ചു എന്ന് വേണം കരുതാൻ.